ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് പേടി അതിനകത്തോട്ട് കയറാൻ, അപ്പൊ ഞാൻ തുറന്നു പറയുകയാണ്. പക്ഷെ ഇവിടെ കയറിയതിനു ശേഷം മാത്രമാണ് എനിക്ക് ഗ്രോത്ത് ഉണ്ടായത്, എന്റെ കച്ചവടത്തിൽ ഗ്രോത്ത് ഉണ്ടായത്. ഇവിടുത്തെയാണോ രാജധാനിയിലാണോ? പോട്ടെ ആൾക്കാരൊക്കെ മേടിച്ചു കഴിഞ്ഞു. സെലക്ഷന്റെ കാര്യത്തിലായാലും വിലക്കുറവിന്റെ കാര്യത്തിലായാലും രാജധാനി ഒന്ന് തന്നെയാണ്. ഇവരുടെ ഡീലിങ്സും ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡീലിങ്സ്. ഇതിപ്പോ പുതിയത് ഇൻക്ലൂഡ് ചെയ്തിട്ടതാണ് ഈ ഒരു ഇന്നർ സെക്ഷൻ. റെഡിമെയ്ഡിന്റെ കാര്യത്തില്, സെലക്ഷന്റെ കാര്യത്തിൽ, അപ്ഡേഷന്റെ കാര്യത്തിൽ ഇവർ സൂപ്പറാണ്. റേറ്റ് ഇത്രയേ ഉള്ളൂ, അപ്പൊ ക്വാളിറ്റി അതിനനുസരിച്ച് കുറവായിരിക്കും. അങ്ങനെ ഒരു ഫീൽ. നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ദാവണി, അതിന്റെ പല കളേഴ്സ് വരുന്നുണ്ട്. ഇറങ്ങിയപ്പോഴേക്കും ആകെ തിരക്കായില്ല. പുറമെ കാണുമ്പോ ബിൽഡിംഗ് ഒക്കെ വലുതാണ്, നമുക്ക് കയറി വരുമ്പോ എക്സ്പെൻസീവ് ആയിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. അടിപൊളി. ഇവിടുന്ന് കാണുമ്പോ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം തിരക്കുണ്ടെന്ന്. സെയിലേഴ്സ് ഇങ്ങനെ ചെയ്തപ്പോ ഫസ്റ്റ് വന്നത് ഷെൽമി ചേച്ചിയുടെ വീഡിയോ ആണ്. ഇവിടെ കയറുമ്പോൾ തോന്നിയിട്ടുണ്ടല്ലോ, കസ്റ്റമറുടെ ഫ്ലോ കാണുമ്പോൾ മനസ്സിലായി സത്യമായിട്ട് ഭയങ്കര തിരക്കാണ്. രാജധാനിയിലത്തെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ട് ഉള്ള ഓൺ ബ്രാൻഡാണ് റൂഹി. നല്ല സാധനങ്ങള് എപ്പോ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് അപ്പൊക്കെ വരാൻ പറ്റിയ സ്ഥാപനം. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ എറണാകുളത്ത് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വഴിക്കോടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ബിൽഡിംഗ് ആണ് ഈ ഒരു ബിൽഡിംഗ്. പുറമെ കാണുമ്പോൾ നമുക്ക് ഈ വലിയൊരു ബിൽഡിംഗ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ഒരു പേടിയാണല്ലോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ റേറ്റ് വൈസ് എങ്ങനെയുണ്ടാവും പേടിയാണ് നമുക്ക്. ഓരോരോ കളക്ഷൻസ് ഒക്കെ കാണുമ്പോൾ അയ്യോ എക്സ്പെൻസീവ് ആണോ, നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സംഭവമാണെന്ന്. ഈ ബിൽഡിംഗ് വലുതാണെങ്കിലും ക്വാളിറ്റി ഉള്ളിലിരിക്കണം നല്ലതാണെങ്കിലും നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഈ പ്രാവശ്യം അവർ പുതിയ കുറേ സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പ്രോഡക്ട്സ് ഒക്കെ. അപ്പോൾ അതിലത്തെ ഒരു സംഭവമാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്, ധാവണി. ഈ കഴിഞ്ഞ കൊല്ലം ഈ ധാവണി ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം ധാവണി, നൈറ്റീസ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പറയാണ്, മാർക്കറ്റിലത്തെ എറണാകുളം മാർക്കറ്റിലത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ്, പേര് കേട്ട ബിൽഡിംഗ്. ഇനി ബിൽഡിങ്ങിന്റെ പേര് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. യെസ്, ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജധാനി ഫാഷൻസ് ഹോൾസെയിൽ റെഡിമെയ്ഡിന്റെ കുറിച്ചാണ് കേട്ടോ. ആദ്യം ഹോൾസെയിൽ ആണ്. അപ്പൊ സാധാരണ കച്ചവടക്കാരുടെ മൈൻഡിൽ എന്താ, നമുക്ക് മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റുമോ, നമുക്ക് അയ്യോ ഇത്രയും എക്സ്പെൻസീവ് ഉള്ള സംഭവം ആകുമ്പോൾ പിന്നെ നമുക്ക് എത്ര മാർജിൻ കിട്ടും, അധികം കിട്ടുമോ കിട്ടില്ല, അങ്ങനെ ഭയങ്കര സംശയങ്ങളൊക്കെയാണ്. പക്ഷെ ആ ഒരു സംശയം വേണ്ട. സാധാരണക്കാർക്കായാലും എന്ന് വെച്ചാൽ കുറച്ച് പ്രീമിയം രീതിയിലായാലും നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടായാലും ഏത് രീതിയിലായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ലൊക്കേഷൻ പറയാം, ഇനി പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ലൊക്കേഷൻ പറയാം. ലൊക്കേഷൻ വരുന്നത് ഇപ്പം ഈ സൈഡിലാണെങ്കിൽ നമുക്ക് എം ജി റോഡ് വഴിക്ക്, അതുപോലെ ഗോപാലപ്രഭു റോഡ് വഴിക്കൊക്കെ കയറി വരാം. പിന്നെ ക്ലോത്ത് ബസാർ വഴിക്ക് കയറി വരാം. അതൊക്കെ നമുക്ക് വെജിറ്റബിൾ മാർക്കറ്റാണ് കേട്ടോ ആ ഭാഗത്തുള്ളത്. ആ വഴിക്ക് വരാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് രാജധാനി കാണാം. അത് കൂടാണ്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡാണെങ്കിൽ മേനക ബസ് സ്റ്റോപ്പ്. ബസ്സിൽ വരാണെങ്കിൽ മേനക ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പ്രസ് ക്ലബ് റോഡ് വഴിക്ക് കയറുമ്പോൾ CSB ബിൽഡിംഗ്, അതുപോലെ CSB ബാങ്ക്. ഒരു സെക്കൻഡ് ചേട്ടാ, വണ്ടി എടുക്കാണ്. CSB ബാങ്ക്, അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ഇത് നാലും കൂടി മുട്ടിയിട്ടുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് രാജധാനി ഫാഷൻ കാണാൻ പറ്റും. അപ്പൊ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരാണെങ്കിലും നമുക്ക് രാജധാനി ഫാഷനിലേക്ക് എത്താനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് ബസ് ത്രൂ ആയാലും വരാം, നമുക്ക് ട്രെയിൻ ത്രൂ ആയാലും വരാം, അതേപോലെ തന്നെ നമുക്ക് സ്വന്തം വണ്ടിയായിട്ട് വേണമെങ്കിലും വരാം. ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഓൾറെഡി ഇതാ വണ്ടികളും നിറഞ്ഞു കിടക്കണം. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ഉള്ളില് എത്രത്തോളം തിരക്കുണ്ടാവും. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കണം, പർച്ചേസിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ബണ്ടലുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ്. വണ്ടി മുട്ടാൻ വരുന്നു ചേട്ടന്മാര്. എന്താ ചേട്ടാ തിരക്കാണ് പോണ? ഇവിടുത്തെയാണോ രാജധാനിയിലാണോ? പോട്ടെ ചേട്ടാ ആൾക്കാരൊക്കെ മേടിച്ചു കഴിഞ്ഞു. ഇനി ഇതിനേലും അപ്പുറത്തേക്ക് എനിക്ക് ഒന്നും പറയാനില്ല. ലോഡ് കണക്കിലാട്ടോ സാധനങ്ങൾ പോണത്. അപ്പൊ നമുക്കൊന്ന് കയറി നോക്കിയാലോ എന്തൊക്കെയാണ് കളക്ഷൻസ്. അപ്പൊ വീണ്ടും പറയാ, പുറമെ കാണുമ്പോൾ വലിയൊരു ബിൽഡിംഗ് ആണ്, എന്നാൽ നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. സാധാരണക്കാർക്കായാലും എല്ലാം റേറ്റിലുള്ള ഐറ്റംസ് ഇവിടെ കിട്ടും. പോവാം. ഇവിടുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം തിരക്കുണ്ടെന്നതാ. ഇത് ഓൾമോസ്റ്റ് ഇപ്പൊ പർച്ചേസിങ് നടന്നിട്ടുള്ള ആകെ ഉച്ച വരയ്ക്കുള്ള തിരക്കാണ് കേട്ടോ ഇപ്പൊ കാണുന്നത്. ഇവിടെ ആണെങ്കിൽ മൊത്തം ബില്ലിംഗ് സെക്ഷനാണ് വരുന്നത്. ഇതൊക്കെ ബില്ല് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ ചേട്ടനോട് നമുക്ക് ചോദിക്കാം, എന്തായാലും വെറുതെ നിൽക്കല്ലേ. ഒരു ബാഗ് ക്യാഷ് ബാഗ് തൂക്കിയിട്ടിട്ട് നിൽക്കണേ. ഞാൻ ഈ മൈക്കൊന്ന് ഞാൻ പിടിച്ചോളാം. ഞാൻ വീഡിയോയിൽ എടുത്തോട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ചേട്ടാ എവിടുന്നാ? ഇവിടെ എനിക്ക് മെയിൻ ആയിട്ട് ചോദിക്കാനുള്ളത് നമ്മുടെ ഈ രാജധാനി എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാ ക്വാളിറ്റി വൈസ് എങ്ങനെയാണ്, റേറ്റ് വൈസ് എങ്ങനെയാണ്, നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ പുറമെ കാണുമ്പോൾ ബിൽഡിംഗ് ഒക്കെ വലുതാണ്, നമുക്ക് കയറി വരുമ്പോ എക്സ്പെൻസീവ് ആയിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. അടിപൊളി. അതായത് കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ ഇവിടുത്തെ കസ്റ്റമറാണ്. നമുക്ക് അതായത് ആൾ ഇന്ത്യ ഐറ്റം, അതായത് നല്ല സെലക്റ്റീവ് ആയിട്ട്
നമുക്ക് ഇവിടുന്ന് അഫോർഡബിൾ പ്രൈസിൽ വാങ്ങിക്കൊണ്ട് പോകാം. എന്നാ ക്വാളിറ്റിയുടെ കാര്യത്തിലോ ക്വാളിറ്റി നമ്പർ 1 ആണ്, ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണല്ലോ ഇവരുടെ ഉയർച്ച. ഇവിടെ തുടക്കം മുതലുള്ള ഉയർച്ച. ഇവരിപ്പം രാജധാനി ഫാഷനായി, രാജധാനി ഫാബ്രിക്സ് ആയി, രാജധാനി ക്ലോത്തിങ് ആയി. ആ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഈ ഒരു കാണുന്ന ബിൽഡിംഗ് മാത്രമല്ല, ഇത് കൂടാണ്ട് അതെ ഇവരുടെ വളർച്ച, അതായത് ഇവരുടെ ഏറ്റവും പ്രധാനമായിട്ട് ഇവരുടെ കസ്റ്റമർ സർവീസ് നമുക്ക് ഏറ്റവും പ്രധാനം. കസ്റ്റമർ സർവീസും അടിപൊളിയാണ്, ഒരു ഇതുമില്ല. ഇതിന്റെ അപ്പുറത്തേക്ക് ഞാൻ മുതലാളിയുടെ സപ്പോർട്ട് അത് വേറെ. എല്ലാം കൊണ്ടും നെഗറ്റീവായിട്ട് ഒന്നും പറയില്ല. 100% ഓക്കെ ആണ്. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഇത് എടുത്ത് ചോദിക്കാൻ ക്വാളിറ്റിയും തുണിയും എല്ലായിടത്തും കിട്ടും. ഇവരുടെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ഇവര് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പുറമെ നിന്ന് ഈ ഒരു വലിയ ബിൽഡിംഗ് കണ്ടാലും സാധാരണക്കാർക്കും അതാണ് ഞാൻ പറഞ്ഞു. ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് പേടി അതിനകത്തോട്ട് കയറാൻ. ഞാൻ തുറന്നു പറയുകയാണ്. പക്ഷെ ഇവിടെ കയറിയതിനു ശേഷം മാത്രമാണ് എനിക്ക് ഗ്രോത്ത് ഉണ്ടായത്, എന്റെ കച്ചവടത്തിൽ ഗ്രോത്ത് ഉണ്ടായത്. ഇവിടുത്തെ സ്റ്റാഫുകൾ ഓക്കെ ഇനി ഉയർച്ചയിൽ വരട്ടെ. ഇവരുടെ ഉയർച്ച നമ്മളുടെ ഉയർച്ചയാണ്, ഉയർന്നോണ്ടിരിക്കുന്നത്. കടയുടെ പേരൊന്ന് പറഞ്ഞു. കടയുടെ പേര് കിളിമാനൂരാണ്, പ്രജാ കളക്ഷൻസ് എന്ന് പറയും. എന്റെ കിളി പോയി. എന്തൊക്കെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു എടുത്ത് വെച്ചിരിക്കുന്നുള്ളൂ. 9 മണിക്ക് വന്നതാണ്, പക്ഷെ എടുത്ത് തീർന്ന് ബില്ലടിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുവാണ്. അവര് പാഴ്സലായിട്ട് അയച്ചോളും. താങ്ക് യു. ഇതുപോലെ അടുത്ത ആൾക്കാരെ കിട്ടണം നമുക്ക് എന്തായാലും. താങ്ക് യു സോ മച്ച്. ഇനി ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഇങ്ങോട്ട് നമ്മൾ പിടിക്കാൻ നമ്മുടെ രാജധാനിയിലത്തെ മെയിൻ സ്റ്റാഫാണ്. അപ്പൊ നമുക്ക് ഇവിടെ മലയാളം പറയില്ലേ? മലയാളം മതി നമുക്ക്. ഇങ്ങോട്ട് നീങ്ങി നിന്നോ. അപ്പൊ നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ ഇപ്പൊ എന്താ കുറെ കൂടി കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഇവിടെ കൂടുതൽ നൈറ്റീസ്, പറയാം നമുക്ക്. പിന്നെ ബോട്ടംസ് വെയർ, പ്ലാസോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. നൈറ്റി ഒന്നും നമുക്ക് ഇതിൽ മുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പൊ നൈറ്റീസിന്റെ മെയിൻ കളക്ഷൻസ് ഒക്കെ ഈ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നൈറ്റി അതുപോലെ തന്നെ ഇന്നർ വെയർ. നൈറ്റിയിൽ ഇപ്പൊ കഫ്താൻ നൈറ്റിന്റെ 2 പീസ് ഒന്ന് കാണിക്കോ. നൈറ്റി ഇതിപ്പോ കഫ്താൻ മോഡൽ, അതും വാവ് ക്വാളിറ്റി അടിപൊളിയാണല്ലോ. വെറുതെ ഒന്ന് തൊട്ടുള്ളൂ, കോട്ടനാട്ടോ, അടിപൊളി. പഴയ പോലത്തെ പീസ് ഓപ്പൺ ചെയ്ത് നമ്മളതിന് വീഡിയോയില് ഫസ്റ്റ് പറയില്ലല്ലോ, നേരിട്ട് അങ്ങോട്ട് വരല്ലേ. കഫ്താൻ വേണോ അല്ലെങ്കിൽ ചുടിദാർ കട്ടോ അല്ലെങ്കിൽ മാൻസി കട്ടോ, ഏത് മോഡൽ ഏത്. പക്ഷെ ഇവരുടെ ക്വാളിറ്റി മെയിൻ അടിപൊളിയാണ് കേട്ടോ. റേറ്റ് വൈസും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നല്ല ക്വാളിറ്റിയാണ്, റേറ്റ് വൈസ് ഓക്കെ ആണ്. വെസ്റ്റേൺ സ്റ്റൈലില് ലേസ് ടൈപ്പ് ആയിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു ഹിന്റ് മാത്രം തരുന്നുള്ളൂ. അതുപോലെ അതുപോലെ ഇന്നർ വെയർ ഏത് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ഈ സൈഡാണ്. ഇന്നർ വെയർ ഇവിടെ ഏതൊക്കെ ബ്രാൻഡ്സ് അവൈലബിൾ ആണ് നമുക്ക് ഇന്നർ വെയറില്? അത് ബ്രൈഡ് ഉണ്ട്, ബ്ലൗസും ഉണ്ട്, വി സ്റ്റാർ, ഓൾ ബ്രാൻഡ് ഉണ്ട്. കുറെ പൂജ രാഗിനി ഉണ്ട്, ഉണ്ട്, പിന്നെ ഐഡൽ ഉണ്ട്, കിഡ്സ് വെയർ, ലേഡീസ് വെയർ, ഓൾ ഐറ്റംസ് ഉണ്ട്. ബോയ്സ് ആൻഡ് ഗേൾസ് അതുപോലെ തന്നെ എല്ലാ തരം ഇന്നർ വെയർ. പിന്നെ ഒരു ബ്രാൻഡിൽ അത് പറഞ്ഞ HB, അത് HB പറഞ്ഞ നല്ല ഒരു ക്വാളിറ്റീസ് ആയിട്ടാണ്. ഓക്കെ. പിന്നെ അത് കൂടാണ്ട് ഇതൊക്കെ ബ്രാൻഡിൽ വരുന്നതാണ് വി സ്റ്റാർ, ടീൻസ്, പിന്നെ ഇതിപ്പോ പുതിയത് ഇൻക്ലൂഡ് ചെയ്തിട്ടതാണ് ഈ ഒരു ഇന്നർ സെക്ഷൻ. ഇവിടെ ആദ്യം വേറെ വെറൈറ്റീസ് ആയിരിക്കുന്നുണ്ടായിരുന്നത്. ആ മൈക്കൊന്ന് തന്നെ. ഇത്രയും ചെറുപ്പം പിള്ളേ ഓടല്ലടാ, ഒരു മിനിറ്റ് ഓടല്ലടാ. അവര് പോയി. ഞാൻ ആ പിള്ളേരൊന്ന് കേറ്റാന്ന് വിചാരിച്ചതാ, അപ്പൊ കേറ്റാൻ പറ്റിയില്ല. എന്തായാലും ഇവിടെ നോക്കാം നമുക്ക്. ചേട്ടൻ ഇവിടുത്തെ കസ്റ്റമർ ആണോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ വീഡിയോയിൽ കേട്ടിട്ടുണ്ട്. ഓക്കെ, എവിടെയാ കട? എന്റെ ഇവിടെ പത്തനാട് എന്ന് പറയും, ചങ്ങനാശ്ശേരിക്ക് അടുത്താ. ഓക്കെ. ഇനി മെയിൻ ആയിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ തുണി എന്ന് പറയുമ്പോൾ എറണാകുളം മാർക്കറ്റിൽ വന്ന കുറെ കടകൾ കാണാറുണ്ട്. ഇനി ഇവിടുത്തെ രാജധാനി കാണുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നല്ല വലിയൊരു ബിൽഡിംഗ് ആണ്. പക്ഷെ വരുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് കിട്ടാറുണ്ട്, അതുപോലെ ക്വാളിറ്റി അനുസരിച്ച് കിട്ടാറുണ്ട്. ഓൾമോസ്റ്റ് ഞാൻ ഇവിടുമായിട്ട് ഇടപെടാൻ ഒരു 20 വർഷമായി. 20 വർഷമായി. അവര് സ്റ്റോക്കിന്റെ റെഡിമെയ്ഡിന്റെ കാര്യത്തില്, സെലക്ഷന്റെ കാര്യത്തിൽ, അപ്ഡേഷന്റെ കാര്യത്തിൽ ഇവർ സൂപ്പറാണ്. ട്രെൻഡുകൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കാര്യത്തിൽ വേറെ ഈ മാർക്കറ്റിൽ വേറെ തേടി പോകേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് മെയിൻ ആയിട്ട് അപ്പൊ നമ്മൾ വന്നിട്ടുള്ളൂ ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ടുള്ളൂ. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഐറ്റംസ്, ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ജെന്റ്സ് ഐറ്റം, പിന്നെ കിഡ്സ് ഐറ്റം കൂടുതൽ അയക്കുന്നത്. റെഡിമെയ്ഡ് എല്ലാ ഐറ്റവും ഇവിടുന്ന് എടുക്കുന്നുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ്. റേറ്റ് വൈസ് ആയാലും ഓക്കെ. മെയിൻ ആയിട്ട് എനിക്ക് മെയിൻ ആയിട്ട് ഈ വീഡിയോന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ പുറമെ കാണുമ്പോൾ ഈ ഒരു ബിൽഡിംഗ് കാണുമ്പോൾ സത്യത്തിൽ ഫസ്റ്റ് ഒക്കെ ഞാനിത് കാണുമ്പോൾ അയ്യോ ഇത് ഇവിടെ ഭയങ്കര റേറ്റ് ആയിരിക്കും. സംഭവം എനിക്ക് കടയില്ല, എന്നാൽ പോലും സാധാരണ ഒരു നോർമൽ ആളുടെ പോലെ ഒന്നും ഞാനും തിങ്ക് ചെയ്യാണ്. പുറമെ കാണുമ്പോൾ ഇത്രയും വലിയ ഇവിടെ കയറുമ്പോൾ തോന്നിയിട്ടുണ്ടല്ലോ, കസ്റ്റമറുടെ
ഫ്ലോ കാണുമ്പോൾ മനസ്സിലായോ? സത്യമായിട്ട് ഭയങ്കര തിരക്കാണ്. അതാ ഇവിടുത്തെ style. ഭയങ്കര തിരക്ക്. താങ്ക് യു. ചേട്ടന്റെ പേര് പറഞ്ഞില്ല? എൻ്റെ പേര് സോജി. സോജി. Okay, സോജി. Yes. അടിപൊളി പേരാട്ടോ. താങ്ക് യു. ഇത് നമ്മളിപ്പോ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഫ്ലോർ ഇത് kids wear section ആണ്. ഓർക്കുണ്ടോ? കണ്ടുപരിച്ചുണ്ടോ? എന്താ ഇവര് എന്താ അത് ചെയ്തോണ്ടിരിക്കുന്നത്? കസ്റ്റമർ സെലക്ഷൻ ആ ഐറ്റം മടക്കണമല്ല. അത് ഫൈനൽ ആയ സംഭവമല്ലേ? ഇതൊക്കെയോ? അതെല്ലാം ഓൺലൈൻ മറ്റേ കസ്റ്റമർ ലൈവ് ആയിട്ട് നോക്കില്ല, ഓൺലൈനിൽ നോക്കിയിട്ടാണ് മൊബൈൽ ഓൺലൈൻ. വീഡിയോ കോൾ ചെയ്തിട്ട് ആ, സെലക്ഷൻ. yes, yes. അപ്പൊ ഇങ്ങനെ കിഡ്സ് വെയർ ഐറ്റംസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ എടുക്കുമ്പോ ഇങ്ങനെ ഫുൾ ബോക്സ് തന്നെ എടുക്കണം. ഇങ്ങനെ ഫുൾ ബോക്സ് തന്നെ എടുക്കണം കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ രീതി. കാരണം കച്ചവടക്കാരായതുകൊണ്ട് തന്നെ കച്ചവടം നടത്തുമ്പോൾ അതിന്റെ സൈസസ് വെച്ചിട്ടാണ് എടുക്കേണ്ടത്. കുട്ടികളുടെ ചെറിയ ന്യൂ ബോൺ ബേബീസ് തൊട്ട് എത്ര വയസ്സുള്ള ആൾക്കാർക്ക് വരെയുള്ള കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഫുൾ ആരുടെയോ കസ്റ്റമർ സെലക്ഷൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ ഇതുപോലെ ഒരു കസ്റ്റമർ ലൈവ് ആയിട്ട് വരാണെങ്കിൽ സെലക്ട് ചെയ്യണത് ഇപ്പൊ നമ്മുടെ മുന്നിൽ കൂടെ കടന്നു പോയ ചേട്ടനാട്ടോ. ഇതുപോലെയാണ് കുട്ടികളുടെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് നമുക്ക് അവരോട് ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് ചേട്ടന് വരാൻ താല്പര്യം ഉണ്ടോ വീഡിയോയില്. ചേട്ടാ ഞാൻ വീഡിയോയിലൊന്ന് എടുത്തോട്ടെ. ചേട്ടാ എവിടെ നിന്നാണ്? ഹിരാണി റാണി അല്ല, സ്ഥലത്തിന്റെ പേരാണോ? അതെ, അങ്ങനെ ഒരു സ്ഥലം. അതെവിടെയാ സ്ഥലം? പത്തനംതിട്ട. അങ്ങനെ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ചേട്ടാ എങ്ങനെയുണ്ട് ഇവിടെ? സെലക്ഷൻ ഉണ്ടോ? ക്വാളിറ്റി സെലക്ഷൻ ഉണ്ട്. ചേട്ടന്റെ കടയിൽ മെയിൻ ആയിട്ട് എന്താ വെക്കുന്നത്? എല്ലാ ഐറ്റം വരും. എല്ലാ ഐറ്റം റെഡിമെയ്ഡ് ആയിട്ട് എല്ലാം വെക്കുന്നുണ്ട് അല്ലേ? ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. റേറ്റ് വൈസോ? കറക്റ്റ് ആണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റിൽ മാർജിൻ ഒക്കെ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ എത്ര നാളായി ഇവിടെ കച്ചവടം? 10 വർഷമായി. ചേട്ടാ ഇവിടുന്ന് മേടിക്കാൻ തുടങ്ങിയിട്ടില്ല? 20 കാണും അല്ലേ? ഓക്കെ. ഇതിനപ്പുറത്ത് ഞാൻ എന്താ പറയാ, രാജധാനി പുതുമയൊന്നല്ല ഈ ഒരു ഷോപ്പ് എന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി പാരമ്പര്യമായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതല്ലേ. എന്തായാലും സെലക്ഷൻ നടക്കട്ടെ. ചേട്ടന്റെ പേര്? എബ്രഹാം. ഓക്കെ, താങ്ക് യു സർ. അപ്പൊ കുട്ടികളുടെ ന്യൂ ബോൺ ബേബീസിന്റെ കളക്ഷൻ. നമ്മുടെ കൂടെ ഒരാളുണ്ടായിരുന്നു ആള്. ഇനി നമ്മുടെ ഈ ഒരു ഫ്ലോർ എന്ന് വെച്ചാൽ ഈ ഒരു ഫുൾ ഫ്ലോറിൽ കാണുന്ന ഐറ്റംസ് എന്താണ്? ചേച്ചി കണ്ട് എന്റെ ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ എടുക്കും. ചേച്ചി ചിരിച്ചോരെ ഞാൻ വീഡിയോയിൽ എടുക്കും. വേണ്ടാന്ന് ഓടി. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു ഫ്ലോറിൽ ചിലർക്ക് കാണാൻ താല്പര്യമില്ല വെച്ചാൽ വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തവരുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഇനി ഈ ഒരു ഫുൾ ഫ്ലോർ എന്താ ഐറ്റംസ് ഇവിടെ ഉള്ളത്? അത് ഗേൾസ്, ലാച്ച, കിഡ്സ് വെയർ, ഫ്രോക്സ്, എല്ലാ ഐറ്റംസ് എന്ന് വെച്ചാൽ കിഡ്സിന്റെ ഐറ്റംസ്. പെൺകുട്ടികളുടെ ആണ്. എത്ര വയസ്സ് തൊട്ട് എത്ര വയസ്സ്? അത് 1 to 15 years. 1 to 15 years വരെയുള്ള പെൺകുട്ടികളുടെ എന്താ പറയാ വെസ്റ്റേൺ വെയറും ഉണ്ടാവും, ഫ്രോക്സ്, 2 piece all items. എല്ലാ ഐറ്റംസ്. അതായത് ബോക്സ് നമ്മുടെ റൂഹി ബ്രാൻഡ്, രാജധാനി ബ്രാൻഡ്. ഇത് നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ അല്ലേ? നമ്മുടെ രാജധാനി ബ്രാൻഡ്. നമ്മുടെ രാജധാനിയിലത്തെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ട് ഉള്ള ഓൺ ബ്രാൻഡ് ആണ് റൂഹി. അപ്പൊ റൂഹി ബ്രാൻഡില് കിഡ്സ് വെയർ ഐറ്റംസ് മാത്രമേ ഉള്ളൂ? കിഡ്സ് ഫ്രോക്ക്, ചുരിദാർ, 3 piece, 2 piece all items. എല്ലാ ഐറ്റംസും റൂഹി ബ്രാൻഡിലുണ്ട്. അപ്പൊ ഇവരെ ഓൺ പ്രൊഡക്ഷൻ. ഇപ്പൊ എത്ര നാളെ? അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 1 year ആയി. കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ നമ്മൾ പറഞ്ഞില്ല അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോയില് ലാസ്റ്റ് ടൈം വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവരുടെ ന്യൂ ബ്രാൻഡ് ആണ്. ന്യൂ ബ്രാൻഡ് അല്ല, ഏകദേശം കുറെ നാളായി നമ്മുടെ ചാനലിൽ ന്യൂ ആണ്. റൂഹി ബ്രാൻഡിന്റെ കിഡ്സ് വെയർ തൊട്ട് വലിയ കുട്ടികൾ പക്കടും. കിഡ്സ് തൊട്ട് വലിയ ചുരിദാർ 3 piece, 2 piece all. ഇനി ഇതിൽ എടുക്കുമ്പോ സെറ്റ് എത്ര പീസ് എടുക്കും? അത് സൈസ് ബേസ് ആണ്. 16, 20 ഉണ്ടാവും ഒരു സെറ്റ്, 20, 30 ഉണ്ടാവും, 32, 38 ഉണ്ടാവും ഒരു സെറ്റ്. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഫുൾ ഫ്ലോർ വരുന്നത് ഗേൾസിന്റെ കിഡ്സ് വെയറിന്റെ നിറയെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. ഇത്രയും അധികം ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടും ഈ സ്റ്റോക്ക് നിറഞ്ഞിരിക്കണം. എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു ചേട്ടനോട് പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും പുതിയ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ കസ്റ്റമേഴ്സ് ജോയിന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂ കളക്ഷൻസ്. കുറെ പേർക്ക് മാസ്ക് ഒക്കെ ഇട്ടിരിക്കണ്ടേ. ഞാൻ ഒരാളോട് ഒന്ന് ചോദിക്കട്ടെ. ഞാൻ വരട്ടെ അങ്ങോട്ട്? വന്നോളൂ. 1 മിനിറ്റ്. മൈക്ക് മാസ്ക് ഇട്ടിട്ടിരിക്കുന്നതിന്റെ റീസൺ ഒന്ന് അറിയണം. എന്നിട്ട് പൊടിയിൽ അലർജി ആണോ? എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്. എവിടെ സ്ഥലം? ഞാൻ പാലക്കാടാണ്. ഒരു 2 മിനിറ്റിന് ഫേസ് കാണിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മുഖം 4 ആള് കാണുന്നല്ലേ? പേര് പറയോ? പ്രഭു. എങ്ങനെ? രാജേഷ്. റിലേറ്റീവ് ആണോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണ്? നിങ്ങൾ ഫ്രണ്ട്സ് ഷോപ്പ് ഇട്ടിക്കണതാണ്? അല്ലല്ല, കൂടെ കൊണ്ടുപോകാൻ എന്നോ റിലേഷൻ പറയാൻ മടിയുണ്ട്. അത് പോട്ടെ. നമുക്ക് നിങ്ങൾ ആരാണ് എന്താണെന്ന് ഒന്നും അറിയണ്ട. നമുക്ക് ഇത്രയും അറിയണ്ടോ. രാജധാനി പുറമെ കാണുമ്പോൾ വലിയൊരു ബിൽഡിംഗ് ആണ്. പക്ഷെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടുള്ള റേറ്റിന് കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും
ഉണ്ട്. ഇനി ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ റേറ്റ് ഇപ്പൊ കുറവാണെങ്കിൽ നമ്മുടെ സാധാരണ മലയാളികളുടെ മൈൻഡിൽ വരുന്നത് റേറ്റ് ഇത്രയേ ഉള്ളൂ, അപ്പൊ ക്വാളിറ്റി അതിനനുസരിച്ച് കുറവായിരിക്കും, അങ്ങനെ ഒരു ഫീൽ. ഇല്ല നല്ല ക്വാളിറ്റി ആയിട്ടാണ്. നല്ല കാരണം ഞാൻ തന്നെ ഇപ്പൊ 2-3 വട്ടമായി ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നു. അതെ, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ്. അതെ, റേറ്റും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെയാണ്. നമുക്ക് മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കടയിൽ മെയിൻ ആയിട്ട് എന്താ വെക്കുന്നത്? ഞങ്ങൾ ഇപ്പൊ കുട്ടികളുടെ ഫ്രോക്ക് എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മള് ഹോൾ ടെക്സ്റ്റൈൽ ആണ്. കുട്ടികളുടെ കിഡ്സ് മുതൽ വലിയ ആൾക്കാരെ വരുന്നത്. കടയുടെ പേര് പറയണോ? RH വെഡിങ്സ്. RH വെഡിങ്. എവിടെ സ്ഥലം? ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലം. അതെ. ലാൽ ജോസിന്റെ നാട്. എന്റെ അങ്കളാ. നിങ്ങളുടെ പേര് ലാൽ ജോസാ. അപ്പൊ നമ്മള് ചുരുക്കം പറഞ്ഞ ചെറിയൊരു ബന്ധമായി വരുമോ? തീർച്ചയായിട്ടും. ശരി, അപ്പൊ ആ റിലേഷൻ അപ്പൊ നമുക്ക് ആ ഒരു റിലേഷനിൽ എടുക്കാം. എന്തായാലും അത് പിന്നീട് സംസാരിക്കാം. പേര് പറഞ്ഞില്ല. ഓക്കെ, ശരി, താങ്ക് യു കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു ഫുൾ ഫ്ലോർ ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് കാണാം. നമുക്ക് ഈ ഒരു ഫുൾ ഫ്ലോർ റൂഹി ഇവരുടെ ഓൺ ബ്രാൻഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. എന്നുവെച്ചാൽ കുറെ പേര് കസ്റ്റമേഴ്സ് എടുത്തു പോയിട്ടുള്ളതും എടുക്കാണ്ടും ഇങ്ങനെ മീൻസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് താഴത്ത് നിങ്ങൾ ബില്ലിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം എന്താണെന്നുള്ളത്. ഇനി ഞാൻ ഇട്ട സ്റ്റൈൽ ഇത് എവിടെയാ? വാവ്, എന്താ അടിപൊളി ലുക്കാ. ഇതെങ്ങനെ വായങ്ങടെ പോയി വെള്ളം കുടിക്കാൻ പോയി, ഇതിന്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ പോയി. പക്ഷെ ഈ ഒരു കളക്ഷൻ നല്ല അടിപൊളി പീസ് കേട്ടോ. അതിലെ കളേഴ്സ് ഉണ്ട്, 3-4-5 കളേഴ്സ് ഉണ്ടാവും ഇതിൽ തന്നെ അല്ലേ? ഇത് ഫുൾ വർക്കാണ് കേട്ടോ, എംബ്രോയിഡറിയിൽ വരുന്ന വർക്കാണ്. ഇതിൽ ദുപ്പട്ട അടക്കം വരുന്നുണ്ട് അല്ലേ? രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഡീറ്റെയിലേക്ക് ഞാൻ കിടക്കുന്നില്ല, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു ഫോക്കസ്. ഇത് ഞാൻ ഇട്ടത് അല്ലേ? ഞാൻ വിചാരിച്ചു അത് സെക്കൻഡ് ഫ്ലോറിലാണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടായിരുന്നു. പക്ഷെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ധാവണി അതിന്റെ പല കളേഴ്സ് വരുന്നുണ്ട്. ഫ്രീ സൈസ് ആണോ ചോദിച്ചാൽ ഫ്രീ സൈസ് അല്ല, ഫ്രീ സൈസ് കിഡ് സൈസ് ഉണ്ട്. ഇത് 36, 38, 42 അത് ഫ്രീ സൈസ്, ബിഗ് സൈസ് സ്മോൾ ആണ്. അപ്പൊ 36, 38, 40, 42 അതൊരു സെറ്റ്. പിന്നെ വരുന്നത് അത് 40 പിന്നെ ബിഗ് സൈസ് ആണ്, പ്ലസ് സൈസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കളക്ഷനിൽ 40 സൈസ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ പാവാട അടിപൊളി കറക്റ്റ് പാകാണ് കേട്ടോ. പിന്നെ ബ്ലൗസ് വരുന്നത് ബ്ലൗസ് എടുത്ത ക്രോപ്പ് ടോപ്പ്. ഇത് ക്രോപ്പ് ടോപ്പ് ആണ് വരുന്നത്. ഇത് L എന്ന് വെച്ചാൽ 40 സൈസ് എന്ന് പറയുമ്പോൾ കുറച്ച് എനിക്ക് ലൂസാണ്, ഓർഡർ ചെയ്താൽ മതിയാവും. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാണാം ഇവിടെ ഒക്കെ ഭയങ്കര ലൂസാണ്, അത് ഓർഡർ ചെയ്താൽ പ്രശ്നമില്ല. പക്ഷെ ഈ കൊല്ലം പുതിയത് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ധാവണി സെറ്റ് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, ഈ പ്രാവശ്യം ഇറക്കിയതാണ്. അപ്പൊ ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. ഗ്രീൻ കളർ ഉണ്ട്, പിന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ, പിങ്ക്, ബ്ലൂ, ബോട്ടിൽ ഗ്രീൻസ്, പർപ്പിൾസ്, അങ്ങനെ. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടപ്പെട്ട കളർ അപ്പൊ വേഗം ഇനി ഈ സ്റ്റോക്ക് തീനേക്കാളും മുന്നേ വേഗം വന്നോട്ടെ. ഇത് ഭയങ്കര ഹോട്ട് സെല്ലിംഗ് ഐറ്റം. കൂടുതൽ ആൾക്കാർ ഇത് തന്നെ മേടിച്ചു, കാരണം ഇപ്പൊ ഓണം ആയതുകൊണ്ട് തന്നെ. ഇനി ഇത് ഓക്കെ. അപ്പൊ കുട്ടികളുടെ കളക്ഷൻസ് ഇതൊക്കെ നോക്കിയേ, നല്ല അടിപൊളി സംഭവങ്ങള്. എത്നിക് വേണോ അല്ലെങ്കിൽ ഈ ഫ്രോക്ക് ടൈപ്പ്, ബർത്ത്ഡേ ഫ്രോക്ക് ടൈപ്പ് വേണോ, ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട് കേട്ടോ. പക്ഷെ എടുക്കുമ്പോൾ ബൾക്കായിട്ട് എടുക്കണം. വീണ്ടും പറയാം, കച്ചവടക്കാർക്ക് മാത്രമുള്ള വീണ്ടും എടുത്ത് പറയാം. നമ്മൾ ഈ എറണാകുളം മാർക്കറ്റിൽ കുറെ തുണിക്കടയിലൊക്കെ കയറി ഇറങ്ങും. അപ്പൊ അവസ്ഥയാവും. പക്ഷെ ഈ റോട്ടിൽ കൂടെ കിടന്ന് നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വലിയ ബിൽഡിംഗ് കാണുമ്പോൾ നമുക്ക് ഇത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് വെച്ചാൽ കുറെ പേര് എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ട്, അയ്യോ രാജസ്ഥാനിൽ എങ്ങനെയാ റേറ്റ് കുറവുണ്ടോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പുറമേ കാണുന്ന പോലെയല്ല, ഉള്ളിൽ വരുമ്പോൾ കുറേ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. റേറ്റ് വൈസും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റേറ്റ് എന്ന് വെച്ചാൽ സാധാരണക്കാര് തൊട്ട് നമുക്ക് എത്ര പ്രീമിയം വരയ്ക്കുള്ള കളക്ഷൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതും ഒരു ധാവണിയില കുട്ടികളുടെ കളക്ഷൻസ്. ഇതും ഇത് തന്നെയല്ലേ? കിഡ്സിന്റെ കേട്ടോ ഇത്. അപ്പൊ ഇങ്ങനത്തെ കളർ വേണോ, ടൈ ആൻഡ് ഡൈ ടൈപ്പ് വേണോ, ഇങ്ങനത്തെ വേണോ, ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. ഇത് കുട്ടികളുടെ ആണ് കേട്ടോ ഇത് വരുന്നത്. വലിയവർക്ക് വരുമ്പോ ഇതൊക്കെ വരുന്നത്. അപ്പൊ റൂഹി എന്നുള്ള ഒരു ബ്രാൻഡ് ഇവര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും പറയാൻ കേട്ടോ, റൂഹി രാജധാനിയുടെ ഓൺ ബ്രാൻഡ്. ഇനി നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോവാം. ഇവിടെയും കുട്ടികളുടെ ഐറ്റംസാ, നിലത്ത് കണ്ടത് നമ്മള് കുട്ടികളുടെ പെൺകുട്ടികളുടെ. ഇത് ഈ ഒരു ഫുൾ ഫ്ലോറ് വരുന്നത് നമുക്ക് ആൺകുട്ടികളുടെ സെക്ഷൻ. അത് ന്യൂ ബോൺ ബേബി തൊട്ട് നമുക്ക് എത്നിക് വെയർ കളക്ഷൻസ്, അങ്ങനെ എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. 3 പീസ് പാക്കിംഗ് ആണ്. പിന്നെ സിംഗിൾ ബോക്സ് ഉണ്ട്. 1 month to 3 month, 6 month, 9 month. ഇങ്ങനെ കേട്ടോ, ഇങ്ങനെയാണ് കളക്ഷൻസ് വരുന്നത്. ഇത് ആരും എടുത്തു വെച്ചിട്ടുള്ളതാന്ന് തോന്നുന്നു. എന്താ നമ്പർ 1
നമ്പർ 1 ആ നമ്പർ 1. ഈ ഒരാളെ പരിചയമുണ്ടല്ലോ, അവിടെ നിക്കുന്ന ഒരാളെ കണ്ടു പരിചയമുണ്ടല്ലോ. ഒരു മിനിറ്റ്, ഞാൻ വീഡിയോയിൽ എടുക്കണ്ട. അവിടെ ഒരാളെ നല്ല കണ്ടു പരിചയം തോന്നുന്നുണ്ട് കേട്ടോ. ചേച്ചി ഓണത്തിരക്കല്ലേ, പെട്ടെന്ന് പോയി സമ്മാനത്തിൽ ചോദിക്കാം. വല്ലയിടത്തും കണ്ടു പരിചയണ്ടോ? ഇതാരത്? ഞാൻ ഇങ്ങനെ കിടന്നാണ് നോട്ടെ. ഞാൻ സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ട്. ഇപ്പൊ നമ്മുടെ കടയുടെ പേര് പറഞ്ഞില്ലല്ലോ, നമ്പർ 1 എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത്. ഞാനിവിടെ കാലങ്ങളായിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരാളല്ലേ. അതെ, വർഷങ്ങളായിട്ട് രാജധാനിയായിട്ട് നല്ല ഇടപാടുകളുള്ളതാണ്. ഇത് നമുക്ക് നിങ്ങളൊക്കെ വന്ന് എടുക്കണത് അതൊക്കെ പോട്ടെ, നമുക്ക് ക്വാളിറ്റിയും റേറ്റ് ഇതൊക്കെ എങ്ങനെ? എന്റെ ഒരു അഭിപ്രായം പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റില് നല്ല സാധനങ്ങള് എപ്പോ ആഗ്രഹം ഉണ്ടോ നിങ്ങൾക്ക് അപ്പൊക്കെ വരാൻ പറ്റിയ സ്ഥാപനമാണ്. എല്ലാം കൊണ്ടും സെലക്ഷന്റെ കാര്യത്തിലായാലും വിലക്കുറവിന്റെ കാര്യത്തിലായാലും രാജധാനി ഒന്ന് തന്നെയാണ്. അതൊന്നും കൊണ്ട് പേടിക്കണം. നിങ്ങളിപ്പോ എത്ര നാളെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത്? 35 വർഷത്തിന് മേലെ 40 വർഷത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഇവിടുത്തെ സേവനമുള്ള ആളാണ്. ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങോട്ട് ഇവിടെ ഞങ്ങള് പഴയ ഒരു ബന്ധം കൂടി ഉണ്ട് അല്ലെ. നമ്മളെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തേ, എന്താ സംഭവം? ഞാന് നമ്മള് നോർത്ത് പറവൂരിലെ നമ്പർ 1 വെഡിങ് കളക്ഷൻ എന്ന് പറഞ്ഞ തുണിക്കട നടത്തുന്നു. എന്റെ പേര് ജോൺസൺ എന്നാണ്. KTCയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആണ്. അങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ട് കേട്ടോ ഞങ്ങള് തമ്മില്. ഞാൻ തുണിയിലാണല്ലോ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ KTGA തുണിയിലെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ സംഭവം അറിയാം. KTGA ഫുൾ ഫോം ഒന്ന് പറഞ്ഞു കൊടുത്തേ. കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ്. എന്തായാലും ഇവിടെ നമ്പർ 1 ആണ്. പിന്നെന്താ, പിന്നെ അതെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് നമുക്ക് എറണാകുളം മാർക്കറ്റില് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് എപ്പോ ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് വ്യാപാരം ചെയ്യാനായിട്ട് എപ്പോ താല്പര്യം തോന്നുന്നു അപ്പൊക്കെ ഈ രാജധാനിയിൽ വരാം. 100% നല്ല സെലക്ഷൻ ഉണ്ടാവും. വിലയുടെ കാര്യത്തിൽ മറ്റുള്ളവരെക്കാളും ഭേദമായിരിക്കും. അതൊക്കെ പോട്ടെ, ഇനി റേറ്റും ക്വാളിറ്റി ഇതൊക്കെ പോട്ടെ. നമ്മളൊരാള് വരാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് സ്റ്റാഫുമാരുടെ സർവീസ് ആണ്. അത് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ ഉള്ള എല്ലാ സ്റ്റാഫുകളും, മാനേജ്മെന്റും മുതലാളിമാരും ഇവിടുത്തെ സ്റ്റാഫുകളും എല്ലാവരും ഒന്നിനൊന്നും വെച്ചു. അത് വെറുതെ പറയുന്നതല്ല, എന്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. അത്രയ്ക്കും നല്ല സർവീസും നല്ല കാര്യങ്ങളും ഉള്ളതാണ്. ഓക്കെ, താങ്ക് യു. എന്റെ കൂടെ നിൽക്കുന്ന എന്റെ മോനാണ് അരുൺ. അപ്പൊ അവനും ഇവിടെ തന്നെ വന്നാണ് പർച്ചേസ് ചെയ്യാനായിട്ട് വരാം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്? എപ്പോഴും വന്നാലും ഇവിടെയാണ്. രാജധാനി എന്ന് പറഞ്ഞ സ്ഥാപനം ഈ വലിയ ബിൽഡിങ്ങിലേക്ക് വരുന്നേക്കാളും മുമ്പേ അപ്പുറത്തായിരുന്നു ബിൽഡിങ്. അവിടെ മുതലുള്ള ഇടപാടുകളാണ് ഞങ്ങൾ. പഴയ ബന്ധാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഇവർക്ക് ഇപ്പൊ 3 ഷോപ്പുകളുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് ഒരു ഷോപ്പ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇനോഗ്രേഷനിൽ നമ്മൾ നമ്മള് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ജെന്റ്സിന്റെ ഐറ്റങ്ങള്, ടീഷർട്ടുകള്, ഷർട്ടുകള്, ട്രാക്ക് സൂട്ടുകള് എല്ലാം അവിടെ. നിങ്ങളുടെ കടയിൽ എല്ലാ ഐറ്റം പിന്നെ ഓർഡർ എല്ലാ ഐറ്റവും. കടയുടെ പേര് നമ്പർ 1 വെഡിങ് അവിടെ പോട്ടെ. നമ്പർ 1 ആ പേര് പോലെ തന്നെയല്ലേ ഇവിടെയും? തീർച്ചയായിട്ടും. ആ നമ്പർ 1 എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാവുന്നത് ഇവിടെ കൊണ്ടാണ്. ഇത്രയും നേരം സംസാരിച്ചിട്ട് നമുക്കൊരു ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള പിന്നെ കാണിക്കാം. നടക്കട്ടെ, പർച്ചേസിംഗിന്റെ ഭാഗം കുറച്ചും കൂടി ബാക്കി ചായ പിന്നെ കുടിക്കാം. ചായ ഇത് കഴിഞ്ഞിട്ട് കുടിക്കാം. ശരി, താങ്ക് യു. എന്തായാലും കണ്ടതിന് സന്തോഷം. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ഫ്ലോർ ഇത് ഇവിടെ എന്താ? ഇത് കുട്ടികളുടെ ഗിഫ്റ്റ് ഐറ്റംസ്. ഓ, ഗിഫ്റ്റ് ഐറ്റംസ് കേട്ടോ. അപ്പൊ ഇത് എടുക്കുമ്പോ എത്ര പീസ്? 6 കളർ കേട്ടോ. ഇപ്പൊ ഇത് വഴിയിൽ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ നോക്കിന്ന് മാത്രം. അപ്പൊ ഈ ഒരു ഫ്ലോറിന് എന്താ? ബോയ്സിന്റെ എത്ര സൈസ് തൊട്ട് എത്ര സൈസ് വരെ വരുന്നത്? 1 to 10, 10 to 15 സൈസ്. ഓക്കെ. ഹലോ, നമസ്കാരം ഞങ്ങളോടും പറയാട്ടോ. നമസ്കാരം. വീഡിയോയിലാണ്. പെട്ടെന്ന് ഓടല്ലേ. ഇതെന്തത്? ഒരു കാര്യം ചോദിക്കാനാണ്. ക്വാളിറ്റിയും റേറ്റ് എങ്ങനെയുണ്ടെന്ന് മാത്രം എനിക്കറിയണ്ടോ? ഇത് ഞാൻ പിടിച്ചോളാം. പിടിക്കാന്നല്ലേ? ഓക്കെ. ക്വാളിറ്റി റേറ്റ് എങ്ങനെയാണ്? ക്വാളിറ്റി ഒക്കെ സൂപ്പറാണ്. റേറ്റ് ഒക്കെ നല്ല കുറവുണ്ട്. നമുക്ക് സാധാരണക്കാർക്കൊക്കെ വരാൻ പറ്റിയ ഷോപ്പാണ്. എങ്ങനെയാ? നിങ്ങളുടെ സ്ഥലം എവിടെയാണ്, എന്താണെന്നൊന്ന് പരിചയപ്പെടുത്തിക്കോ. നമ്മുടെ സ്ഥലം ട്രിവാൻഡ്രം. ഓക്കെ. എന്താ ഷോപ്പിന്റെ പേര്? രാജകുമാരി ആറ്റിങ്ങൽ. അത് രാജകുമാരി രാജധാനി അല്ല, നമ്മളെ രാജകുമാരി. ഇനി രാജകുമാരനെ തപ്പി നടക്കണം അല്ലേ? ചടങ്ങൂടാ വന്നതാ. ഇപ്പൊ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് ഇനി ഈ ഒരു സെക്ഷനിൽ എന്താ വരുന്നത്? കുട്ടികളുടെ ബോയ് ജീൻസ് ഇവിടെ ഉണ്ടല്ലോ. കോട്ടൺസ്
അത് ജീൻസ് സെക്ഷൻ ആണ്, കോട്ടൺ സെക്ഷൻ നേരത്തെ ആണ്. ചേട്ടൻ കണ്ടോണ്ടിരിക്കുന്നത് ജീൻസിന്റെ, ഇതാണെങ്കിൽ കോട്ടന്റെ പാൻസ്. കോട്ടന്റെ പാൻസിൽ സൈസസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? സൈസ് 20-30 വരും, 30-40 ഉണ്ടാവും. പിന്നെ സെന്റർ സൈസ് ഉണ്ട് 6 year to 14 year. ഓക്കെ, ജസ്റ്റ് ഒരു ഹിന്റ് തരുന്നത് മാത്രമല്ല ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്നുള്ളത്. പാക്ക് വൈസ് തന്നെ എടുക്കണം, കച്ചവടക്കാർക്കുള്ളതാണ്. എന്നാൽ ജീൻസ് ഫോർമൽ, കാഷ്വൽ ആൻഡ് ഫോർമൽ രണ്ടും ഉണ്ട്. ഫോർമൽ ഉണ്ട്. ഇതാ രണ്ട് രീതിയിലുണ്ട്. മോഡൽസ് ഇഷ്ടം പോലെ കിട്ടും. ബിഗ് സൈസ് ഉണ്ട്, ചോട്ട സൈസ് ഉണ്ട്. ചോട്ട സൈസ്, ചെറിയ സൈസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷനിൽ പാന്റ് ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ എന്താ വരുന്നത്? അത് ബോയ്സ് ഷർട്ട്, ബോയ്സ് ടീഷർട്ട്. ടീഷർട്ടും ഷർട്ടിന്റെ ഒരു സെക്ഷനാണ് വരുന്നത്. ഇത് ഫുൾ ഷർട്ട് ആണല്ലേ? ഷർട്ട്. ഓക്കെ, ഇത് കസ്റ്റമർ ഇങ്ങനെയാണ് കേട്ടോ ഓരോന്ന് കാണിച്ചോണ്ടിരിക്കുന്നത്. ഫുൾ സ്ലീവ് ഉണ്ട്, ഹാഫ് സ്ലീവ് ഉണ്ട്, പിന്നെ ഇത് 5 സ്ലീവ്. അങ്ങനെ. അപ്പൊ എത്ര സൈസ് തൊട്ട് എത്ര സൈസ് ഷർട്ടിന് വരുന്നത്? അത് 20-30 ഉണ്ടാവും, 32-36 ഉണ്ടാവും. അങ്ങനെ. പിന്നെ സെന്റർ സൈസ് വേണമെങ്കിൽ 26-36 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു ഫുൾ സെക്ഷൻ ബോയ്സിന് വേണ്ടിട്ട് മാത്രം ഇരിക്കുന്ന. ഈ സൈഡ് ആണെങ്കിൽ മൊത്തം ടീഷർട്ടിന്റെ കളക്ഷൻസ്. ടീഷർട്ട് ഇതാ ടീഷർട്ടിന്റെ കളക്ഷൻസ് ആണ് ഈ ഒരു സൈഡ് ഫുൾ ഇരിക്കുന്നത്. എല്ലാം ഇപ്പോഴത്തെ ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാം കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആട്ടോ. ഇത് ഹുഡീസ്. പിന്നെ ഇനി കളക്ഷൻസ് അവർ വന്ന് കണ്ടോട്ടെ. കാരണം നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കളക്ഷൻസ് ഫുള്ള് കാണിക്കാന്ന് പറയുമ്പോൾ പോസിബിളേ അല്ല, അത്രയും അല്ലെ പോസിബിൾ അല്ല. അത്രയും കളക്ഷൻ ആണ് ഇവിടെ ഇരിക്കുന്നത്, അത്രയും സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ്. ഇത് ആക്ച്വലി ഈ ഒരു ബിൽഡിംഗ് എത്ര ഫ്ലോറാ മൊത്തം വരുന്നത്? 7 floor. 7 floor കേട്ടപ്പോ തന്നെ ഞാൻ തന്നെ ഇതിപ്പോ 3rd floor ആയിട്ട് വാ ബൾക്ക് കൊണ്ടുവരാണല്ല. ഇത് ഏതാ ഫ്ലോർ വരുന്നത്? അത് 4th floor. ഇത് 4th floor. ഇവിടെയും ജീൻസ് ആണല്ലോ കാണുന്നത് മൊത്തം. അത് ലേഡി ജീൻസ് ആണ്. അത് ഞാൻ പറഞ്ഞല്ലോ, റൂയി ബ്രാൻഡ്, നമ്മുടെ ഓൺ ബ്രാൻഡ്. ഓ, ഇതാണ് ലേഡീസിന്റെ. ഓക്കെ, ലേഡീസിന്റെ വെസ്റ്റേൺ വെയർ, അതുപോലെ ജീൻസിന്റെ സെക്ഷൻ. ഏതൊക്കെ സൈസസ് അവൈലബിൾ ആണ്? അത് 20-30, 30-40, പിന്നെ ബിഗ് സൈസ് ഉണ്ട് ലേഡീസിൽ വരെ. റൂഹി ഇവരുടെ ഓൺ ബ്രാൻഡ് ആണ് കേട്ടോ. അപ്പൊ രാജധാനിക്കും ഓൺ ബ്രാൻഡ് കണ്ടോ. അപ്പൊ അതിൽ തന്നെ അടിപൊളി കേട്ടോ. സ്കേർട്ടും വരുന്നുണ്ട് ജീൻസിന്റെ. കളേഴ്സും നല്ലതാണ്. കളേഴ്സ് എല്ലാതും കിട്ടും. ഞാൻ ഇത് കണ്ടപ്പോ ഇതിന്റെ അടിവശമൊക്കെ കണ്ടപ്പോ എടുക്കാൻ തോന്നിയത്. ഇത് മിഡിയിൽ കുറെ കളക്ഷൻ ഉണ്ട് വരെ. അതെല്ലാം സൈസ് ബേസ് ആണ്. 20-30 ഉണ്ട്, 30-40 ഉണ്ട്, പിന്നെ ബിഗ് സൈസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഫുൾ നമുക്ക് ജീൻസിന്റെ ലേഡീസ് ആൻഡ് കിഡ്സിന്റെ രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡ് ആണെങ്കിൽ അത് കുട്ടികളുടെ ആയിരുന്നു. ഇപ്പുറത്തെ സൈഡ് ആണെങ്കിൽ ബിഗ് സൈസിന്റെ ജീൻസ്. അത് ജസ്റ്റ് ഡിസ്പ്ലേ ഇട്ടതൊന്ന് നോക്കിയാൽ മതി. അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് കിട്ടും ജീൻസിന്. എന്ന് വെച്ചാൽ 365 days എപ്പോഴും ഇവിടെ ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് കിട്ടും. അത് വെസ്റ്റേൺ വെയർ ആയാലും എത്നിക് വെയർ ആയാലും എല്ലാം ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. 365. പിന്നെ ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ സീസൺ അനുസരിച്ചിട്ടുള്ള ഐറ്റംസും എല്ലാതും ഇവിടെ. ഇതെന്തായാലും പക്ഷെ എനിക്ക് കിട്ടൂല. കാരണം എന്താ വെച്ചാൽ ഒരു പീസായിട്ട് ഇവിടെ കിട്ടില്ല. സെറ്റ് ബേസ് ആണ്, ബൾക്കായിട്ട് എടുക്കണം. സെറ്റിൽ വരുമ്പോ എത്ര പീസ് ഉണ്ടാവും? 28-34 അങ്ങനെ സൈസസ്. അപ്പൊ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോകുന്നു. പ്രത്യേകിച്ച് എല്ലായിടത്തേക്കും ഇവര് ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തേക്കും ഇവര് നിങ്ങളുടെ ഇവിടുന്ന് എവിടേക്കൊക്കെ പോകുന്നുണ്ട് നിങ്ങളുടെ ഐറ്റംസ്? കേരള, തമിഴ്നാട്, ഔട്ട് ഓഫ് കൺട്രി ഉണ്ട്. ഇനിയിപ്പോ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അപ്പൊ ഏത് സ്റ്റേറ്റിൽ നിന്നായാലും ഇവിടെ അടിപൊളിയാണ്. എന്തായാലും ഇത് പോലത്തെ ലുക്ക് വൈസ് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി ഓടിപ്പിച്ച് കാണാം. നമുക്ക് സ്കേർട്സ് അവൈലബിൾ ആണ്. അങ്ങനെ ഈ ഒരു സെക്ഷൻ നമുക്ക് ആ ഡിസ്പ്ലേ ഒന്ന് നോക്കിയാൽ മതി. ഷർട്ട്സ്, ക്രോപ്പ് ടോപ്പ്, അങ്ങനത്തെ സംഭവങ്ങൾ ആ ഡിസ്പ്ലേ ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. കണ്ടോ, ഫുൾ കളക്ഷൻസ് ഉണ്ട്. കളക്ഷൻസ് എന്ന് വെച്ചാൽ ക്രോപ്പ് ടോപ്പ്, ലോങ്, പിന്നെ മാക്സി, വെസ്റ്റേൺ വെയർ കളക്ഷൻസ്, ആ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നത്. ഇഷ്ടം പോലെ കളക്ഷൻസ് കാണിക്കാനുണ്ട്. പക്ഷെ നമുക്കൊരു വീഡിയോയിൽ അത് പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അതായത് ഇതുപോലത്തെ ഒരു ഹക്കോബോ സ്റ്റൈലിലും വരുന്നുണ്ട്. ഈ സൈഡ് ആണെങ്കിൽ നമുക്ക് വെസ്റ്റേൺ വെയർ കൊറിയൻ സ്റ്റൈലിലുള്ളത് കേട്ടോ. അപ്പൊ ആ മോഡലൊക്കെ ഇതൊക്കെ എപ്പോഴും എന്ന് വെച്ചാൽ 365 days ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക. വീണ്ടും പറയാം, അതുപോലെ ക്വാളിറ്റി വൈസ് ആയാലും എന്നുവെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള ക്വാളിറ്റി അത് എന്തായാലും നമുക്ക് രാജധാനിയിൽ വരുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ടല്ലേ. ഓക്കെ, ഇത് കാണാനായിട്ട് സമയമില്ല. നിങ്ങൾക്കൊക്കെ കാണണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? വീഡിയോ കോൾ അല്ലേ? വീഡിയോ കോൾ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റും. അത് കൂടാണ് നേരിട്ട് വരാം. നേരിട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ വരുന്നതെന്ന് അറിയോ? എറണാകുളം
മാർക്കറ്റ് റോഡ്, എറണാകുളം മാർക്കറ്റ് റോഡ്. ഇനി കാറായിട്ട് വരുന്നവർക്കാണെങ്കിൽ ഇവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഇനി ബസ്സായിട്ട് വരികയാണെങ്കിൽ, ബസ് ആയിട്ട് വരല്ല, ബസ്സിൽ കയറി വരികയാണെങ്കിൽ മേനക ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. പ്രസ് ക്ലബ് റോഡ് ത്രൂ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് റോഡിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് രാജധാനി കാണാം. ഇത് കൂടാണ്ട് നമുക്ക് ഇനി ട്രെയിൻ ത്രൂ വരികയാണെങ്കിൽ നോർത്തായാലും സൗത്തിലായാലും ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 60-70 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാജധാനിയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇറക്കി വിടുന്നതായിരിക്കും ഇവിടെ. അപ്പൊ ഏത് രീതിയിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് വരാനുള്ളത്. അപ്പൊ വരാനൊരു ബുദ്ധിമുട്ടും ഇല്ല. അത്യാവശ്യം 3 മൈക്കിലാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓരോ ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു 7th ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ വേണ്ടി വരും. വെസ്റ്റേണില് അതുപോലെ ക്രോപ്പ് ടോപ്പ് അങ്ങനത്തെ സംഭവങ്ങൾ, കുർത്തീസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അതൊക്കെ മുകളിലല്ലേ ആ ഇങ്ങനെ വർക്കൊക്കെ ആയിട്ടുള്ളത്, കട്ട് വർക്കൊക്കെ ആയിട്ടുള്ളത് കണ്ടോ. ഇങ്ങനെ വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നത്. അപ്പൊ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല ഈ വക സംഭവങ്ങളൊക്കെ. ഇതൊക്കെ കാണണമെങ്കിൽ നേരിട്ട് വന്നാൽ മതി. ഇനി നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോവാം. ഈ ഫ്ലോറിലും ഇങ്ങനെ ഓൺലൈൻ പർച്ചേസിംഗ് ആണ് കൂടുതൽ. ചിലപ്പോൾ നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോവാം കേട്ടോ. ഈ ഒരു ഫ്ലോറ് നമ്മുടെ ലേഡീസിന്റെ ഐറ്റംസ് ആണ്. ലേഡീസിന്റെ ഐറ്റംസ് ഇപ്പൊ ഇത് കാണുന്ന കളർ കാണുമ്പോ തന്നെ ഊഹിക്കാം നമുക്ക് ഓണം സ്പെഷ്യൽ ആയിട്ടാണ്. ഈ സെക്ഷൻ ഫുൾ മൊത്തം ഓണം സ്പെഷ്യൽ ആണ്. നല്ല പ്രീമിയം ക്വാളിറ്റി അല്ലേ, നല്ല പ്രീമിയം ക്വാളിറ്റി. ഇങ്ങനെ വർക്കൊക്കെ ആയിട്ടുള്ളത് വെച്ചാൽ ഓണം കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ്. ഇത് നമ്മൾ നോർമൽ പാവാട തന്നെ, പക്ഷെ ഇതിന്റെ ഒരു ഡിസൈൻ ആണ് എനിക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത്. സാധാരണ ഡിസൈൻ പോലെ അല്ല അല്ലേ, ഒരു കേരള ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൽ ഫുൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഞാൻ ഉടുത്തതിന്റെ കളും കുറച്ചുകൂടി വർക്ക് കൂടിയ ടൈപ്പ് കേട്ടോ. ഇതാണെങ്കിൽ ഇതൊരു ബനാറസി സ്റ്റൈൽ. ഇതിപ്പോ കളറില്. അതുപോലെ കുർത്തീസ് 2 പീസ് 3 പീസ് അല്ലാതെ അവൈലബിൾ. അപ്പൊ ഓണത്തിന്റെ നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ നല്ല തുണിയില്ലേ, നല്ല മൽക്കോട്ടൻ ആണ് ഇപ്പൊ എല്ലാവർക്കും വേണ്ടത്. മൽക്കോട്ടൻ, മൽചന്തേരി ഇതൊക്കെയാണ് ഇപ്പൊ എല്ലാവർക്കും വേണ്ടത്. ഇതാ ടിഷ്യൂ ആണ്. നമുക്ക് കണ്ട ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ എല്ലാം കളക്ഷൻസ് എടുത്ത് ഒരുപാട് കളക്ഷൻ നോക്കാൻ പറ്റില്ല. അതെ, ഇത് ഓണത്തിന്റെ ഒരു സെക്ഷനാണ് വരുന്നത്. ഇനി ഈ ഫ്ലോർ എന്ന് പറയുമ്പോൾ നമ്മുടെ 5th ഫ്ലോർ. ഈ 5th ഫ്ലോറിൽ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ഇത് ടോപ്സ്, ഇത് ഇത് ടോപ്പ് ബോട്ടം ഡിജിറ്റൽ ഷോൾ ആണ്, ദുപ്പട്ട കേട്ടോ. അപ്പൊ ഓണം കഴിഞ്ഞാലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ. ഈ സെക്ഷൻ എന്തൊക്കെയാ പറഞ്ഞത്? ടോപ്പ് സെക്ഷൻ മാത്രം. ടോപ്പ് സെക്ഷൻ മാത്രം എന്ന് വെച്ചാൽ ലേഡീസിന്റെ ഐറ്റംസ്. അതിൽ സിംഗിൾ കുർത്തി, 2 പീസ്, ജാക്കറ്റ്. ഓക്കെ, നല്ല പ്രീമിയം ക്വാളിറ്റി അല്ലേ. അപ്പൊ സാധാരണക്കാർക്കും നമുക്ക് വന്ന് എടുക്കാൻ പറ്റൂട്ടോ. ഓക്കെ, പോവാ നമുക്ക് ആ സൈഡിലേക്ക്. അങ്ക്രക്ക സ്റ്റൈലിൽ കോട്ടന്റെ കളക്ഷൻ. ഇത് കാണിച്ച ഇവിടെ നിന്ന് പോവാ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ക്വാളിറ്റി ഇഷ്ടംപോലെ, കളക്ഷൻസ് ഇഷ്ടംപോലെ. ക്വാളിറ്റി ഇഷ്ടംപോലെ അല്ല, ക്വാളിറ്റി നല്ലത്, ഇഷ്ടംപോലെ കളക്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് അങ്ങോട്ട് പോവാം. കുറെ കസ്റ്റമേഴ്സ് എടുത്തു പോയവരും എടുത്തതും കുറെ നമുക്ക് താഴത്ത് ബണ്ടിൽ കാണാൻ അത്യാവശ്യം. അപ്പൊ ഈ ഒരു ഫുൾ സെക്ഷൻ വരുന്നത് ലേഡീസിന്റെ ഐറ്റംസ് ആണ്. അതില് കുർത്തീസ് 2 പീസ്, 3 പീസ്, 2 പീസ് ആണ് മെയിൻ ആയിട്ട്. ഓക്കെ, ഇതും കസ്റ്റമർ സെലക്ഷൻ ആണ്. കസ്റ്റമർ സെലക്ട് ചെയ്തത്. ഇത് സ്ലീവ്ലെസ് ആണോ? സ്ലീവ് അറ്റാച്ച് ചെയ്യാ, സെപ്പറേറ്റ് സ്ലീവ് ഉണ്ട് ഉള്ളിൽ. 3/4 സ്ലീവ് വരും. ഓക്കെ, ഇത് കോട്ട് സെറ്റ്, ഷോർട്ട് കോട്ട് സെറ്റ്. ഞാൻ അതന്നെ ആലോചിക്കുന്നത്, ഈ കോട്ട് സെറ്റ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അത് എവിടെ പോയി ദേ ഇവിടെ അല്ലേ കോട്ട് സെറ്റ് ഉണ്ട്, നമ്മൾ കാണിച്ചില്ല എന്ന് മാത്രം. ഇതല്ലേ 3 പീസ് സെറ്റ്. അപ്പൊ ഇത് ഇങ്ങനെ നോർമൽ ആയിട്ട് ഇടാം, അതിന്റെ കൂടെ ദുപ്പട്ട ആവശ്യമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇത് വെറുതെ ഇടണമെങ്കിൽ ഇടാം. ഇങ്ങനെയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ഫാബ്രിക്കിലാണ് ഇത് വരുന്നത്. പിന്നെ അവിടെ കൂടെ കസ്റ്റമർ ഉണ്ട്, ഒന്ന് റിവ്യൂ ചോദിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ. നോ 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 रहने दो उनको नहीं चाहिए, आप इधर आ जाओ मेरा भाई. ചില കസ്റ്റമറിന് ഫേസ് കാണിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളത് കാണിക്കുന്നില്ല. ഓക്കെ, ഇതും 3 പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്, 2 ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ ലേഡീസ് നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു കളക്ഷൻസ് ആണ് ഈ ഒരു സെക്ഷൻ ഫുൾ വരുന്നത്. നമ്മൾ അവിടെ നിന്ന് കാണിക്കണം കേട്ടോ. കസ്റ്റമറുടെ സെലക്ഷൻ ചെറിയ സൈസ് ഉണ്ട്, വലിയ സൈസ് ഉണ്ട്, 2 ഓപ്ഷൻ ഉണ്ട്. മീഡിയം, ലാർജ്, എക്സൽ ഉണ്ട്, 3, 4, 5 ഉണ്ട്. 5 അങ്ങനെ കേട്ടോ. പാർട്ടി വെയർ കളക്ഷൻസും ഉണ്ട് കേട്ടോ. ഇതാ സെയിൽസ്മാൻ ഫ്രീ ആണോ എന്നാണ് മൈക്കിൽ വിളിച്ച് ചോദിക്കുന്നത്. തിരക്കാണ്. അപ്പൊ സെയിൽസ്മാൻ ഫ്രീ ആണോന്ന് ഓരോ കസ്റ്റമർ വരുമ്പോ ഓരോ സെയിൽസ്മാനെ അവരെ കൂടെ കൊടുത്തുവിടും. കണ്ട,
ഇതൊക്കെ കോട്ടണില് മൽക്കോട്ടനിലാണ് മൽക്കോട്ടനിലാണ് വരുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ഫാബ്രിക്കിലാണ് വരുന്നത്. ഇപ്പൊ മൽക്കോട്ടൻ ഇത്തിരി ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. ആ ട്രെൻഡി ഐറ്റംസ് വരെ അവൈലബിൾ ആണ്. അത് ഫുൾ ജയ്പൂർ കോട്ടൺ ആണ്. 2 പീസ് 3 പീസ് ഇതാ ഇങ്ങനത്തെ ഐറ്റംസ്. ഇനി ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് താഴത്ത് പോയിട്ട് പറയാം. ഇത് കൂടാണ്ട് ഇവർക്ക് 3 ഷോപ്പ് ഉണ്ട്. 3 ഷോപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു 7 ഫ്ലോർ ആയിട്ടുള്ള ഒരു ബിൽഡിംഗിലാണ്. ഇത് കൂടാണ്ട് തൊട്ടപ്പുറത്ത് ജെൻസിന്റെ മാത്രം കിട്ടുന്ന ഒരു ഷോപ്പ്, അതും രാജധാനി തന്നെ. പിന്നെ റണ്ണിങ് മെറ്റീരിയൽസ് അങ്ങനത്തെ സംഭവം രാജധാനി ഫാബ്രിക് അങ്ങനെ ഓരോരോ പേര് ഒക്കെ രാജധാനി തന്നെ. ഇതും ഒരു നമുക്ക് എന്താ പറയാ, ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെയും പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരാൻ തോന്നുന്ന ഒരു കട എന്ന് പറയില്ലേ, ആ ഒരു കടയായിട്ട് നമുക്ക് ഈ ഒരു രാജധാനിനെ കൂട്ടാട്ടോ. ഈ 7 കളേഴ്സ് നോക്കിയിട്ട് നമുക്ക് പോവാം. ഇതാ ഇതില് ഒരു 7 കളേഴ്സ് ഉണ്ട്. അതും കൂടി ഒന്ന് കാണിച്ചു കൊടുത്തോളൂ. കണ്ടോ എന്താ നോക്ക്, ആത്മാർത്ഥത. ഇതാ വലിയ പ്രിന്റ്, എല്ലാവർക്കും വേണ്ടത് വലിയ പ്രിന്റ് കോഡ് സെറ്റില്. ഇതാ അതിന്റെ ടോപ്പ് വിത്ത് ബോട്ടം അല്ലേ? ഓക്കെ, വാ ഇനി പോവാ നമുക്ക്. കളക്ഷൻ ഒക്കെ അവര് വന്നിട്ട് കണ്ട് കളക്ഷൻസ് നമ്മൾ കാണിച്ചാലും തീരില്ല, അത്രയും കളക്ഷൻസ് ഉണ്ട്. ഈ സൈഡ് വരുന്നത് ഓക്കെ പാർട്ടി വെയർ കളക്ഷൻ, കുറച്ചുകൂടി പ്രീമിയം സെക്ഷൻ ആണ്, എഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇത് ഡിജിറ്റൽ പ്രിന്റ് കേട്ടോ. അതുപോലെ ഇത് ഇവിടെ ആരും എടുത്തു വെച്ചിട്ടുള്ള സംഭവം കാണിച്ചു തരുന്നു. പാർട്ടി വെയർ സെക്ഷൻ. അപ്പൊ എല്ലാ ഐറ്റംസും ഉണ്ട്, A to Z. കിഡ്സ് തൊട്ട് ജെന്റ്സിന്റെ ഐറ്റംസ് ആയാലും ലേഡീസിന്റെ ഐറ്റംസ് ആയാലും എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട്. ഈവൻ ഇപ്പൊ നൈറ്റിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട ഈ ഇതുപോലത്തെ ഒരു കളക്ഷനും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ധാവണി സെറ്റ് അതും സൂപ്പർ അല്ലേ? പിന്നെ റേറ്റ് കേട്ടാ നിങ്ങൾ ഞെട്ടൂട്ടോ. അല്ല തീരെ കുറവാ, പക്ഷെ നമുക്ക് റേറ്റ് എടുത്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ, ഇത് ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ. റേറ്റ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വരാം, ഒരു ബുദ്ധിമുട്ടില്ല. ഇനി താഴത്ത് പോയിട്ട് നമുക്ക് ലൊക്കേഷൻ പറയാം. ഇതെന്താ ലെഫ്റ്റിൽ ഇറങ്ങിയപ്പോഴേക്കും ആകെ തിരക്കായില്ലോ. എന്താ പറഞ്ഞു നേരത്തെ? കണ്ടില്ലേ, അങ്ങനെ ഷോപ്പിലേക്ക് വന്നത്. അപ്പൊ തിരക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, അടിപൊളി തിരക്കാണ്. ഇനിയിപ്പോ നമ്മുടെ കൂടെ വന്ന ആളെ അവിടെ പോയി. ഞാൻ തിരക്കിന്റെ ഇടയിൽ ആളെ വിട്ടുപോയി. ലിഫ്റ്റിൽ കയറാനുള്ള ഒരു തിരക്ക് കണ്ടാ. എപ്പോഴും ഇവിടെ കസ്റ്റമേഴ്സിന്റെ തിരക്കുണ്ടാവും. സാധാരണക്കാർക്കും കയറി വരാം. ഒരു റിവ്യൂ തന്നിട്ട് പോയിക്കൂടെ? നിങ്ങൾ ഇറങ്ങിയേ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കയറാങ്ങോട്ട് വാ. ഏയ് പിന്നെ മേടിക്കാം. അയ്യോ വീട്ടല്ലേ വാ ഇങ്ങട്. രണ്ടാളും 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറാം. എന്തായാലും വന്നതല്ലേ, ഷെൽമി ചേച്ചിയുടെ വീഡിയോ കണ്ട് വന്നതാന്ന് പറയുന്നു. നിങ്ങളെ ഞാൻ പിന്നെ പിടിച്ചോളാം. കളക്ഷൻ നിങ്ങൾ ഞാനിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ നമുക്ക് ഹോൾസെയിലേഴ്സ് ഇങ്ങനെ ചെയ്തപ്പോ ഫസ്റ്റ് വന്നത് ഷെൽമി ചേച്ചിയുടെ വീഡിയോ ആണ്. പിന്നെ ഡെയിലി നമുക്ക് ഇങ്ങനെ അപ്ലോഡ് വരുമല്ലോ, അപ്പൊ പിന്നെ കാണാനൊക്കെ കൊള്ളാം, പറയലും നന്നായിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ എല്ലാ ദിവസവും ലൈക്ക് ചെയ്ത് വിടാറുണ്ട്. വിടാറ് മാത്രല്ല, അത് എന്താ പറയാ, എന്റെ പിന്നാലെ തന്നെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അല്ല സത്യമല്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടേക്ക് എത്തിയത്. നമ്മള് ഇത് ആദ്യത്തെ വീഡിയോ അല്ല, നമ്മള് രാജധാനിയിൽ ഇതിന് മുന്നും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കളക്ഷൻസ് കണ്ടിട്ടാണ് വന്നിട്ട്. ഇനി നിങ്ങൾ ആരാണ്, എവിടെ നിന്നാണ്, എന്തൊക്കെയാണ്? നമ്മള് പെരുമ്പാവൂര് വല്ലം ബോട്ടിങ് നടത്തുന്നതാണ്. അത്യാവശ്യം ഇവിടെ രാജധാനിയിൽ നല്ല കളക്ഷൻസ് ആയിട്ടാ. റണ്ണിങ് ആണെങ്കിലും റണ്ണിങ് സെക്ഷൻ, ഇവരുടെ ഡീലിങ്സും ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡീലിങ്സ് ആണ്. എഫോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ എന്റെ മെയിൻ സബ്ഷൻ എന്ന് പറയുമ്പോ സാധാരണക്കാർക്കും നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. തീർച്ചയായും സാധാരണക്കാർക്കും വരാൻ പറ്റും. സാധാരണക്കാര് വന്ന് അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടാണല്ലോ വലിയൊരു ബിഗ് ഷോപ്പായി മാറുന്നത് അല്ലേ? കൂടെ വന്നത് ഞാൻ ബഹ്റൈനിൽ വർക്ക് ചെയ്യാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നതാണ്. ബഹ്റൈൻ വരെ അപ്പൊ നമ്മുടെ രാജധാനിയുടെ കളക്ഷൻസ് എത്തുന്നുണ്ട്. കൂടെ ഞങ്ങളുടെ കസിൻ ബ്രദർ. അപ്പൊ എല്ലാരും കൂടി അങ്ങനെ ഇറങ്ങിക്കാണോ ഓണം അടിച്ചു കളിക്കാനായിട്ട്? കടയുടെ പേരെന്താ നിങ്ങളുടെ? വെലോറ. അപ്പൊ ഇവരുടെ രാജധാനിയുടെ ഐറ്റം ഒക്കെ അവിടെ കിട്ടും. വെലോറയിൽ കിട്ടും. അപ്പൊ എല്ലാ ഒരുവിധ ഷോപ്പുകാരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇറങ്ങണ നേരത്തെ തന്നെ കണ്ടു. മോനെ എന്താ ചെയ്യണേ? +2. അടിപൊളിയാട്ടെ. പോലീസ് എന്താ നേഴ്സിംഗിനാണ്. നേഴ്സിംഗുകാരെ എനിക്ക് ഇഷ്ടമില്ലടാ. സൂചി കുത്തണ്ട. ഓക്കെ, തിരക്ക് ഇവിടെ വന്നപ്പോ നല്ല സെൽഫി എടുക്കണോന്ന് എനിക്ക് വയ്യ. ഒരു സെൽഫി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മതിയാ. സെൽഫി ഞാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. വാ നമ്മുടെ കൂടുതൽ ആളുവാ. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഫ്ലോർ എന്ന് പറയുമ്പോ അത്യാവശ്യം വീണ്ടും തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും പറയാണ്, ഈ ബണ്ടല് മൊത്തം എന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ കാണുന്നതല്ല, ആ സൈഡിൽ നിന്നിട്ട് ഈ ബണ്ടൽ ഒന്നായിട്ട് വരെ നോക്കിയൊക്കെ. ഇത് ബിൽഡിംഗ് സെക്ഷൻ.
ബണ്ടലുകളുണ്ട് ബണ്ടലുകൾ. ഇതൊക്കെ ഇപ്പൊ ഈ ഉച്ച കഴിഞ്ഞിട്ട് ഒരു 3 മണി നേരത്തേക്കുള്ള ബില്ലിംഗ് മാത്രമുള്ള. രാത്രി 1 മണി 2 മണിയൊക്കെയാണ് ഇവര് വീട്ടിലേക്ക് പോകുന്നത് തന്നെ. ബണ്ടൽ നോക്കി ഈ സൈഡിൽ കൂടെ നിന്നിട്ടേ ആ ബണ്ടലൊന്ന് നോക്കിയേ, കറക്റ്റ് കാണാം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അതിൽ വരുന്ന പേരുകളൊന്നും എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല, ആരൊക്കെ എന്തൊക്കെ മേടിക്കണേന്നുള്ളത്. എന്തായാലും ഇവിടെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്, എഫോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ്. പിന്നെ എന്താണ് നമ്മുടെ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞേ? അത് രാജധാനി ഫാഷൻ മാർക്കറ്റ് റോഡ്. രാജധാനി ഫാഷൻ മാർക്കറ്റ് റോഡിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. എറണാകുളത്താണ് ഇപ്പൊ നിൽക്കുന്നത്. വരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലായാലും നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. ഒന്നും അറിയണ്ട, നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി. പിന്നെ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. ഒരാളവിടെ സെൽഫി എടുക്കാനായിട്ട് ലിസ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. വീണ്ടും പറയാണ്, പുറമെ കാണുന്ന വലിയ ഒരു ബിൽഡിംഗ് കാണുമ്പോൾ പേടിക്കേണ്ട, എഫോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇന്നത്തെ മെയിൻ ഞാൻ കളക്ഷൻസ് ഒന്നും കാണിച്ചിട്ടില്ല. നമുക്ക് ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ നമുക്ക് എക്സ്പെൻസീവ് എന്നുള്ള ഒരു മൈൻഡ് അത് വിട്, സാധാരണക്കാർക്കും നമുക്ക് ഇങ്ങോട്ട് വരാം. അതാണ് രാജധാനി അല്ലെ? ഓക്കെ, അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം. ടിൽ ദെൻ ബൈ.